റവന്യൂ സംഭാഷണത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. കേരള സർക്കാർ ജീവനക്കാർക്കുള്ള പിതൃത്വ അവധി, അതായത് പറ്റേണിറ്റി ലീവ്. ഇതിനെപ്പറ്റി പലർക്കും ചില സംശയങ്ങളുണ്ടാകാം, അല്ലേ? എങ്ങനെയാണ് ഇത് കൃത്യമായി ഉപയോഗിക്കുക എന്നതിനെക്കുറിച്ചൊക്കെ. തീർച്ചയായും ഇതൊരു അവകാശമാണ്. എന്നാൽ അതിന്റെ വ്യവസ്ഥകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കേരള സർവീസ് റൂൾസ് KSR അതിലെ പാർട്ട് 1 റൂൾ 102B പ്രകാരമുള്ള കാര്യങ്ങളാണ്. ഈ നിയമമാണ് പിതൃത്വ അവധിക്ക് അടിസ്ഥാനം. അതെ. അപ്പോൾ നമ്മുടെ ഈ ചർച്ചയുടെ ലക്ഷ്യം ഈ നിയമത്തിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലളിതമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരിക എന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങാം. ആർക്കെല്ലാമാണ് ഈ പിതൃത്വ അവധിക്ക് അർഹത? ഇത് സംസ്ഥാന സർക്കാർ സർവീസിലുള്ള സ്ഥിരം പുരുഷ ജീവനക്കാർക്കാണ് കിട്ടുക. അതായത് ഭാര്യയുടെ പ്രസവത്തോടനുബന്ധിച്ചാണിത് കൊടുക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഒരു ജീവനക്കാരന്റെ സർവീസ് കാലയളവിൽ ആദ്യത്തെ 2 പ്രസവങ്ങൾക്ക് മാത്രമേ ഈ ആനുകൂല്യം കിട്ടൂ. ശരി. അപ്പോ ആദ്യത്തെ 2 കുട്ടികളുടെ ജനനത്തിന് മാത്രം. ഇത് എത്ര ദിവസത്തേക്കാണ് കിട്ടുക? ആ ദിവസങ്ങളിൽ ശമ്പളം കിട്ടുമോ? 10 ദിവസമാണ് അവധിയായിട്ട് അനുവദിക്കുക. തുടർച്ചയായ 10 ദിവസം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, KSR പാർട്ട് 1 റൂൾ 92 അനുസരിച്ച് ഈ അവധി ദിവസങ്ങളിൽ നിങ്ങൾക്ക് പൂർണ്ണ ശമ്പളവും മറ്റ് അലവൻസുകളും കിട്ടും. ശമ്പളത്തിൽ കുറവൊന്നും വരില്ല. പൂർണ്ണ ശമ്പളത്തോടെ 10 ദിവസം. അത് കൊള്ളാം. ഇനി ഇതെപ്പോഴാണ് എടുക്കാൻ പറ്റുക? അതാണ് അടുത്ത സംശയം. പ്രസവത്തിന് മുൻപാണോ ശേഷമാണോ? എന്തെങ്കിലും സമയപരിധിയുണ്ടോ? ഉണ്ട്. കൃത്യമായ സമയപരിധിയുണ്ട്. അതായത് നിങ്ങളുടെ ഭാര്യയുടെ പ്രസവം പ്രതീക്ഷിക്കുന്ന തീയതിയില്ലേ, എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി, അതിന് 10 ദിവസം മുൻപ് മുതൽ വേണമെങ്കിൽ ഈ അവധി തുടങ്ങാം. അല്ലെങ്കിൽ പ്രസവം നടന്ന യഥാർത്ഥ തീയതി മുതൽ ഒരു 3 മാസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഈ 10 ദിവസത്തെ അവധി എടുത്തിരിക്കണം. ഓഹോ, അപ്പോൾ 3 മാസത്തിനുള്ളിൽ എടുത്താൽ മതി. അതെ. ഉദാഹരണത്തിന് കുട്ടി ജനിച്ച് ഒരു 2 മാസം കഴിഞ്ഞിട്ടും ഈ 10 ദിവസം എടുക്കാം. പക്ഷേ 3 മാസം കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. ആ അവകാശം പോകും. 3 മാസത്തെ സമയപരിധി ഓർക്കണം. ശരി. ഈ അവധിക്ക് അപേക്ഷിക്കുമ്പോൾ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ടതുണ്ടോ? വേണം. ഒരു മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. നിങ്ങൾ പ്രസവത്തിന് മുൻപാണ് ലീവ് തുടങ്ങുന്നതെങ്കിൽ പ്രസവം പ്രതീക്ഷിക്കുന്ന തീയതി കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം. ഇനി പ്രസവം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ കുട്ടി ജനിച്ച കൃത്യമായ തീയതി കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് മതി. ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? സാധാരണ ഡോക്ടറുടെ മതിയാകുമോ? സാധാരണ ഗവൺമെന്റ് ഡോക്ടറോ അല്ലെങ്കിൽ അംഗീകൃത ഡോക്ടറോ നൽകുന്ന സർട്ടിഫിക്കറ്റ് മതിയാകും. അതിൽ ആ തീയതി വ്യക്തമായിട്ട് വേണമെന്ന് മാത്രം. മനസ്സിലായി. ഇനി മറ്റൊരു പ്രധാന സംശയം. ഈ 10 ദിവസത്തെ പിതൃത്വ അവധി നമ്മുടെ മറ്റ് ലീവുകളില്ലേ, ഏൺഡ് ലീവൊക്കെ, അതുമായിട്ട് ചേർത്തെടുക്കാൻ പറ്റുമോ? പറ്റും. KSR പാർട്ട് 1 അപ്പൻഡിക്സ് 12A, 12B അല്ലെങ്കിൽ 12C പ്രകാരമുള്ള ശമ്പളമില്ലാത്ത അവധി, അതായത് ലീവ് വിത്തൌട്ട് അലവൻസ് അഥവാ LWA. LWA. അതെ. LWA ഒഴികെയുള്ള മറ്റേത് ലീഗൽ ലീവുമായും, ഏൺഡ് ലീവായാലും ഹാഫ് പേ ലീവായാലും ഇതുമായിട്ട് പിതൃത്വാവധി സംയോജിപ്പിക്കാം. ഉദാഹരണത്തിന് 10 ദിവസത്തെ പിതൃത്വാവധി കഴിഞ്ഞിട്ട് കുറച്ചു ദിവസം ഏൺ ലീവ് എടുക്കണമെങ്കിൽ അതിന് കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ LWയുമായി മാത്രം ചേർക്കാൻ പറ്റില്ല? ഇല്ല, അതുമായി മാത്രം പറ്റില്ല. ശരി. ഇനി ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ 10 ദിവസത്തെ പിതൃത്വ അവധി എടുക്കുമ്പോൾ അത് നമ്മുടെ ലീവ് അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കോ? ഏൺഡ് ലീവ് ബാലൻസ് കുറയോ? ഇല്ല. അതാണ് ഇതിന്റെ ഒരു വലിയ പ്രത്യേകത. ഈ 10 ദിവസത്തെ പിതൃത്വ അവധി നിങ്ങളുടെ ലീവ് അക്കൗണ്ടിൽ നിന്ന് ഒരു കാരണവശാലും കുറയ്ക്കില്ല. ഇറ്റ് വിൽ നോട്ട് ബി ഡെബിറ്റഡ്. നിങ്ങളുടെ ഏൺഡ് ലീവോ ഹാഫ് പേ ലീവോ ഒന്നും കുറയില്ല. പക്ഷേ നിങ്ങൾ ഈ അവധി എടുത്തു എന്നുള്ളൊരു എൻട്രി സർവീസ് ബുക്കിൽ വരും. അതൊരു സ്പെഷ്യൽ ലീവായിട്ടാണ് കണക്കാക്കുന്നത്. കൊള്ളാം. അപ്പോൾ നമ്മുടെ ലീവ് ബാലൻസിനെ ഇത് ബാധിക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്നുകൂടി പറയാം. സംസ്ഥാന സർക്കാർ പുരുഷ ജീവനക്കാർക്ക് ആദ്യത്തെ 2 പ്രസവങ്ങൾക്ക് 10 ദിവസം വരെ പിതൃത്വ അവധി കിട്ടും, പൂർണ്ണ ശമ്പളത്തോടെ. പ്രസവ തീയതിക്ക് 10 ദിവസം മുൻപോ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിലോ ഇതെടുക്കാം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. ഏറ്റവും പ്രധാനം, ഇത് നിങ്ങളുടെ ലീവ് അക്കൗണ്ടിലെ മറ്റ് അവധികളെ കുറയ്ക്കില്ല, പക്ഷെ സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തും. പിന്നെ LWA ഒഴികെയുള്ള മറ്റ് ലീവുകളുമായി ചേർത്തെടുക്കാം. അതെ, വളരെ കൃത്യമായി പറഞ്ഞു. ഈ കാര്യങ്ങൾ, അതായത് സമയപരിധി, വേണ്ട രേഖ,
ലീവ് കുറയില്ല എന്നുള്ളത് LWയുമായി ചേർക്കാൻ പറ്റില്ല എന്നത്, ഇതൊക്കെ ഓർത്തുവെച്ചാൽ നിങ്ങൾക്ക് ഈ ആനുകൂല്യം ശരിയായ രീതിയിൽ ഒരു തടസ്സവുമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. ഇത് നിങ്ങളുടെ നിയമപരമായ ഒരു അവകാശമാണ്. തീർച്ചയായും ഈ നിയമം നൽകുന്നൊരു പിന്തുണ കൂടിയാണ് ഇത് കുടുംബത്തിന്. അതെ, ഒരുപക്ഷെ നിങ്ങൾക്കിനിയൊന്ന് ആലോചിച്ചു നോക്കാവുന്നൊരു കാര്യം ഇതാണ്. ഈ പിതൃത്വ അവധി സർക്കാർ ജീവനക്കാർ ഉപയോഗിക്കുന്നത് കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ പങ്കുവയ്ക്കുന്നതിലും, പ്രത്യേകിച്ച് പുതിയ അച്ഛന്മാർക്ക് കുഞ്ഞിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ എത്രത്തോളം ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഈയൊരു അവസരം അവരുടെ വ്യക്തിജീവിതത്തിലും ഒരുപക്ഷെ സമൂഹത്തിൽ തന്നെയും എന്ത് തരത്തിലുള്ള സ്വാധീനമാണ് ഉണ്ടാക്കുന്നത്? അതൊന്ന് ചിന്തിക്കാവുന്നതാണ്. റവന്യൂ സംഭാഷണത്തിൽ ഈ വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. ഈ വിവരങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു.